ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സോളാർ പാനൽ വെച്ചു കറണ്ട് കാശ് കുറയുന്നില്ല, കൂടുന്നു. എന്താണ് ഇതിനുള്ള കാരണം? പ്രധാനമായിട്ടും നമ്മൾ സോളാർ പാനൽ വീട്ടിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് KSEB വേറെ, സോളാർ പാനൽ വേറെ, രണ്ട് തിരിച്ച് ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സോളാർ പാനലിൻ്റെ ബാറ്ററി നമ്മളുടെ KSEB കറണ്ട് ഉപയോഗിച്ച് ആ സോളാറിൻ്റെ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, രാത്രിയിൽ നമ്മളുടെ സോളാറിലെ പവർ തീർന്നു എന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് KSEB കറണ്ട് ഉപയോഗിച്ച് സോളാറിൻ്റെ ബാറ്ററി ചാർജ് ആവും. ഇങ്ങനെ ചാർജ് ആവുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായും കറണ്ട് ചാർജ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KSEB കറണ്ടും സോളാർ കറണ്ടും തിരിച്ച്. KSEB ആയിട്ട് ഒരു ടച്ചും വേണ്ട, KSEB ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ചാർജും വേണ്ട. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ പാനൽ എന്നുദ്ദേശിക്കുന്നത് സോളാറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്ലൈ DC ആണ്. ആ DC സപ്ലൈനെ ഇൻവെർട്ടർ ഉപയോഗിച്ച് കൺവെർട്ട് ചെയ്ത് AC സപ്ലൈ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, DC കറണ്ടിനെ കൺവെർട്ട് ചെയ്ത് AC ആക്കിയിട്ടാണ് നമ്മൾ ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ലൈറ്റ്, ഫാന്, വാഷിംഗ് മെഷീൻ, AC എന്നിവ ഏത് കമ്പനിയാണ്, എത്ര വാട്ട്സ് എടുക്കും നോക്കുക. പ്രധാനമായിട്ടും നമ്മളുടെ വീടുകളിലെ ലൈറ്റുകൾ LED ലൈറ്റിലേക്ക് മാറാൻ നോക്കുക. അതുപോലെ തന്നെ LED ഫാനുകൾ ഇന്ന് വിപണിയിലുണ്ട്. അങ്ങനെ ഓരോ എക്യുപ്മെൻസും, ഇൻവെർട്ടർ, AC ഉണ്ട്. DCയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കൂടുതലും ഉപയോഗിക്കുക. പഴയ ഫാന് എല്ലാം ഉണ്ട്, അത് കറങ്ങുന്നുണ്ട്, ഒരു പ്രശ്നമില്ല എന്ന് പറയും. പക്ഷേ അത് കൂടുതൽ പവർ വലിക്കുന്നു. കൂടുതൽ പവർ വലിച്ചു കഴിയുമ്പോൾ എന്താവും, നമുക്ക് ഇൻവെർട്ടർ ഒരു 6 മണിക്കൂർ സോളാർ കിട്ടാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പഴയ ഉപകരണങ്ങൾ ആണെങ്കിൽ അത് ചിലപ്പോൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ ആയിട്ട് കുറയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലെ ഉപകരണങ്ങൾ, അതായത് ഫാൻ അടക്കമുള്ള ഉപകരണങ്ങൾ, DCയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ ഈ സമയങ്ങളിൽ നമ്മൾ സോളാറുള്ള വീടുകളിലാണെങ്കിൽ സോളാർ പ്രവർത്തിപ്പിക്കാൻ നോക്കുക. ഈ 6 മണി മുതൽ 10 മണി വരെ സമയങ്ങളിൽ നമ്മളുടെ ഹെവി ഡ്യൂട്ടി എക്യുപ്മെൻറ്റ്സ്, മോട്ടോർ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, ഇതെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. ഫ്രിഡ്ജ് 6 മണി തുടങ്ങി 10 മണി വരെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വരികയും ചെയ്യില്ല. ഇത്തരത്തിലേക്ക് വീടുകളിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറണ്ട് ചാർജ് കുറയുകയുള്ളൂ സോളാർ പാനൽ വെച്ചിട്ട്. ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സോളാർ പാനലിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, KSEBയുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ ഒരു ബന്ധം വേണ്ട. സോളാർ വേറെ, KSEB വേറെ. ഇനി ഇവരായി KSEBയും സോളാറുമായി ബന്ധിപ്പിക്കുന്ന ചേഞ്ച് ഓവർ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവഴിയാണ് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോളാറിൻ്റെ ബാറ്ററി ചാർജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീടുകളിലെ കറണ്ട് ചാർജ് കുറയും, തീർച്ചയായിട്ടും കുറയും. സോളാർ അതിൻ്റേതായ രീതിയിൽ നന്നായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യും.